ഇതുപോലെ ഫ്യൂൾ ടാങ്ക് ക്യാപ്പ് ബാക്കിൽ വരുന്ന വാഹനങ്ങൾ, അത് സ്കൂട്ടി എന്നല്ല മറ്റേത് തരത്തിലുള്ള വാഹനങ്ങളായി കഴിഞ്ഞാലും നിങ്ങൾ ഇതുപോലുള്ള വാഹനങ്ങൾ എടുത്ത് പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കഴിയുന്നതും മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. സാധാരണയായി പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുന്ന സമയത്ത് പെട്രോൾ അടിച്ചു തരുന്ന ആൾ തന്നെയാണ് പെട്രോൾ ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും. പക്ഷേ ഇനി മുതൽ അടിക്കുന്ന ആള് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈടെ നമ്മുടെ കണ്ണൂർ ടൗൺ പരിസരത്ത് നിന്ന് ഒരു പെട്രോൾ പമ്പ് ഒന്ന് പെട്രോളും അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം മേലേച്ചുവ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാലും എനിക്ക് പെട്രോളിൻ്റെ സ്മെല്ല് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. ഓൾമോസ്റ്റ് താഴെ ചൊവ്വ റെയിൽവേ ഗേറ്റിന് അടുത്ത് എത്തിയപ്പം എനിക്കൊരു ഡൗട്ട് കൊണ്ട് ഞാൻ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് പെട്രോളിൻ്റെ ക്യാപ്പ് പ്രോപ്പറായി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളിതിപ്പം കാണുന്നത് പെട്രോൾ ക്യാപ്പ് ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആ പെട്രോൾ മറിഞ്ഞ വിഷ്വല് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ക്യാപ്പ് കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് എൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിച്ചു തന്ന വ്യക്തി ഏകദേശം നല്ല പ്രായമുള്ള, എൻ്റെ ഉമ്മയെക്കാളും പ്രായമുള്ള ഒരു അമ്മച്ചിയായിരുന്നു. ചിലപ്പം അവരുടെ അറിവില്ലായ്മ കൊണ്ടാവാം ആ ഒരു പെട്രോളിൻ്റെ ക്യാപ്പ് പ്രോപ്പറായി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു പെട്രോളിൻ്റെ ഡിക്കി പ്രോപ്പറായിട്ട് ക്ലോസ് ആയിരുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ചിലപ്പം ഇതുപോലുള്ള അശ്രദ്ധകൾ കൊണ്ടാവാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ട് വരുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ കത്തുന്നതായിട്ടുള്ള വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട കാരണം. സോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത് ആരെയും കുറ്റപ്പെടുത്താനുള്ള വീഡിയോ അല്ല. ആരും തന്നെ ഈ പറയുന്ന ഞാനായി കഴിഞ്ഞാലും ഒരു ജോബിലും 100% പെർഫെക്റ്റും അല്ല. പക്ഷേ എന്നിരുന്നാലും ഇതുപോലുള്ള റിസ്കി ജോബുകൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെട്രോൾ പമ്പ് ഓണേഴ്സും മാനേജ്മെൻറ്റും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് സ്റ്റാഫിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ജോലിക്ക് വെക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അവർക്കുള്ള ഇൻസ്ട്രക്ഷൻ, പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ട്രെയിനിങ്ങും കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാരണങ്ങൾ കൊണ്ടാവാം മെയിനായിട്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടികൾ കത്തുന്നതായിട്ടുള്ള വിഷയങ്ങൾ പ്രധാനപ്പെട്ട കാരണം.